ഭാവി കാണാൻ കഴിവുള്ള ഇവൾ ഒരിക്കൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഒരു ദമ്പതികളെ കാണുകയും പെട്ടെന്ന് തന്നെ കണ്ണുകളടച്ച് തന്റെ സ്കെച്ച് ബുക്കിൽ അതിവേഗം ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്തു. അവൾ ആ ചിത്രം ആ പുരുഷന് നൽകി മിണ്ടാതെ നടന്നുപോയി. ആ ഡ്രോയിങ്ങിൽ അയാൾ ഒരു ഭയങ്കര അപകടത്തിൽ മരിക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിമിഷം തന്നെ അടുത്തുള്ള നിർമ്മാണ സ്ഥലത്തു നിന്ന് ഒരു സ്റ്റീൽ കേബിൾ പൊട്ടിത്തെറിച്ച് വന്ന് അയാളെ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് തറപ്പിച്ചു കയറ്റി. ഡ്രോയിങ്ങിൽ കണ്ടതുപോലെ തന്നെ എല്ലാം സംഭവിച്ചതോടെ പോലീസ് അന്വേഷണം തുടങ്ങി. പെൺകുട്ടിയുടെ വീടിനടുത്ത് വെച്ച് ഉദ്യോഗസ്ഥർ അവളെ കണ്ടെത്തുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ തനിക്ക് ഭാവി കാണാൻ കഴിയുമെന്ന രഹസ്യം അവൾ വെളിപ്പെടുത്തിയെങ്കിലും ഡിറ്റക്റ്റീവ് അന്നയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. എന്നാൽ പെട്ടെന്ന് അടുത്ത ദർശനമുണ്ടായ പെൺകുട്ടി സ്ഫോടനങ്ങളിൽ ആളുകൾ തെറിച്ചുപോകുന്നതും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതുമായ ഭീകരമായ നാശനഷ്ടങ്ങൾ കാണുകയും അതിനിടയിലെ ഒരു സൈൻബോർഡിലെ ലൊക്കേഷൻ അന്നയോട് പറയുകയും ചെയ്തു. അതനുസരിച്ച് അന്നയും സംഘവും ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഗാരേജിലെത്തി വലിയൊരു കവർ മാറ്റിയപ്പോൾ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ട്രക്ക് കണ്ടെത്തുകയും വലിയൊരു ദുരന്തം ഒഴിവാക്കുകയും ചെയ്തു. അടുത്ത ദിവസം പെൺകുട്ടി ബസ്സിൽ കയറിയപ്പോൾ ഒരു വിചിത്രമായ ശബ്ദം കേട്ട് യാത്രക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയെങ്കിലും വരച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ ആ വ്യക്തി അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു. അവൾ പെട്ടെന്ന് ബസ് നിർത്തിച്ച് അയാളുടെ പുറകെ ഓടിയെങ്കിലും അയാൾ ജനക്കൂട്ടത്തിൽ മറഞ്ഞുപോയി. ഉടനെ അവൾ അന്നയെ വിളിച്ച് തടാകക്കരയിൽ വെച്ച് കാണാൻ ആവശ്യപ്പെടുകയും അവിടെ എത്തിയ അന്നയ്ക്ക് മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതും ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതുമായ പൂർണ്ണമായ തകർച്ചയുടെ മറ്റൊരു ചിത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്തു.